Akhila. Welcome back to Crazy Beats Boutique. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 കളക്ഷൻസ് ആണ് കാണുന്നത്. രണ്ടെണ്ണം കുർത്തി കാറ്റലോഗ്സ് ആണ് ആൻഡ് ഒരെണ്ണം വന്നിട്ട് സാരീസ് ആണ്. ബ്ലാക്ക് സാരീസ് ആണ് കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി. നമ്മൾ നേരത്തെ കോട്ടൺ ലീനനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു കളക്ഷനാണ്. ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. സോ ഇതൊക്കെ കാണാനുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ബിഫോർ ദാറ്റ് നമ്മുടെ ബുട്ടിക്ക് വരുന്നത് തൃശ്ശൂർ MG റോഡാണ്. MG റോഡ് നിയർ രാംദാസ് തിയേറ്റർ ആണ്. റൗണ്ടിൽ നിന്ന് നമ്മുടെ MG റോഡിലോട്ട് ഇറങ്ങുമ്പം രാംദാസ് തിയേറ്റർ എത്തേണ്ട അതിന് മുന്നേ സഫ് ബാങ്ക് ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഷോപ്പിലേക്ക് വീഡിയോയിൽ കണ്ടിട്ട് ഇതിലൊരു പെർട്ടിക്കുലർ ഐറ്റം മാത്രം നോക്കി വരുന്നവർ, പ്രത്യേകിച്ചും ദൂരത്തു നിന്നൊക്കെ വരുന്നവർ ഒന്ന് വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരാം. ഓൺലൈനിൽ ഇടുന്നതുകൊണ്ട് നമുക്ക് അത്ര അധികം ഓർഡേഴ്സ് വരുന്നതാണ്, അപ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല. സോ അതൊന്ന് കൺഫേം ചെയ്തിട്ട് വരാം. അതല്ലാതെ ബുട്ടിക്കിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ വീഡിയോസിലൊക്കെ ഇടാൻ പോകുന്ന അപ്കമിങ് കളക്ഷൻസ് ഒക്കെ നമ്മൾ ഷോപ്പിലാണ് ഫസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ബുട്ടിക്കിലേക്ക് വരാം. ബുട്ടിക്കിലെ കളക്ഷൻസിൻ്റെ ഒക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കണിൽ ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തിടാം. അപ്പോഴാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നത്. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉള്ളവർ വീഡിയോ കാണുന്ന സമയത്തൊന്ന് ലൈക്ക്, ഷെയർ ഓർ കമൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീഡിയോയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. ആക്റ്റീവ് വ്യൂവേഴ്സിന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്. സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇങ്ങോട്ട് ലേറ്റ് ആക്കേണ്ട വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് കാറ്റലോഗ് വന്നിട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു സെമി സിൽക്ക് സ്ലിറ്റഡ് കുർത്തിയാണ്. ഇത് വന്നിട്ടൊരു ഡുപ്യോൺ സിൽക്കാണ്. ലൈക്ക് നമ്മുടെ സ്ലബ് കോട്ടൺ സിൽക്കിൻ്റെ ഒക്കെ പോലെ ഉണ്ടാവും കാണാനായിട്ട്. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അന്ന് അത്ര കട്ടി ഉണ്ടാവില്ല, സ്ലബ് കോട്ടൺ സിൽക്കിൻ്റെ അത്രയും ഹെവി ആയിരിക്കില്ല. സീത്രൂ ഒന്നും അല്ല കേട്ടോ, വിത്ത് ലൈനിങ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്ലിറ്റഡ് കുർത്തിയാണ്. ഇതിൻ്റെ സൈസ് ചാർട്ട് വന്നിട്ടുള്ളത് ലാർജ് XL, XXL, 3XL ആണ്. മീഡിയം സൈസുകാർ വിഷമിക്കേണ്ട, ലാർജ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും. ഞാൻ നോർമലി മീഡിയം വെയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ലാർജ് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ് ടു XXL വരെ ഉണ്ട്. 3XL നോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 5 ഷെയ്ഡ്സ് ആണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അടിപൊളി കളക്ഷനാണ് ആൻഡ് ഇതിൻ്റെ റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ്. 675 മാത്രമേ ഉള്ളൂ. വർക്ക് വരുന്നത് ഇതാ ഇതുപോലെയാണ് കേട്ടോ. ക്ലോസർ വ്യൂ നോക്കിയ സീക്വൻസിൻ്റെ വർക്കും അതുപോലെ മെഷീൻ എംബ്രോയിഡറിയുടെ വർക്കുമാണ് പോയിട്ടുള്ളത്. ഒരു 675 പ്രൈസിന് ഈ ഒരു വർക്ക് വന്നിട്ടുള്ള കുർത്തി ഭയങ്കര അഫോർഡബിൾ ആണ്. അതും ഈ ഒരു മെറ്റീരിയലിൽ നല്ല രസമായിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് ഒരു സെമി പാർട്ടി വെയർ റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. നമ്മുടെ നവരാത്രി സ്പെഷ്യൽ കളക്ഷൻസിൽ പെടുന്നൊരു കാറ്റലോഗാണ് കേട്ടോ. ആൻഡ് സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ ഹെമ്മിൽ നമ്മൾ ഇതുപോലൊരു പുള്ളപ്പ് ആൻഡ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു നല്ല സ്റ്റൈലിഷ് ലുക്കായിരിക്കും അത് വരുമ്പോഴത്തേക്കും. ബോഡി വിത്ത് ലൈനിങ്, സ്ലീവിൽ ലൈനിങ് ഇല്ല, സീത്രൂ ഒന്നും അല്ല, കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ്. 46 ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആൻഡ് ആ ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽ വർക്കാണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ നല്ല കോമ്പിനേഷനായിട്ട് നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് എപ്പോഴും സ്റ്റാൻഡിങ് ആണ്, പ്രത്യേകിച്ചും ഇങ്ങനത്തെ വർക്കൊക്കെ വരുമ്പോഴത്തേക്ക്. ആൻഡ് നെക്ക് ഓൾസോ നല്ല വൈഡായിട്ടുള്ള ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമുക്കിതിൻ്റെ കളേഴ്സ് വേഗം കാണാം കേട്ടോ. ഇതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ടീൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെയർ ഷെയ്ഡാണ്. ക്ലോസർ വ്യൂ നോക്കിക്കേ, ഇതുപോലെയാണ്. ആ ഒരു വർക്ക് എല്ലാ ഷെയ്ഡ്സിലും സിമിലർ തന്നെയാണ് ആ വർക്കിൻ്റെ കളേഴ്സ് വരുന്നത്. ആ ഒരു പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഫ്ലോറൽ വർക്ക് വന്നിട്ടുള്ളത്. ദെൻ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. സോ നല്ലൊരു നല്ല ഫങ്ഷൻസിനാണെങ്കിലും നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ അത്യാവശ്യം കാഷ്വൽ ആയിട്ടുള്ള ഒക്കേഷൻസിനും വെയർ ചെയ്യാൻ പറ്റും. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലല്ലോ. ദെൻ സ്ലീവാണ് മറ്റൊരു അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ വിത്ത് പുള്ളപ്പ് ആൻഡ് ബട്ടൺ ആണ് വന്നിട്ടുള്ളത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ബോഡി വിത്ത് ലൈനിങ്. ലാർജ് XL, XXL, 3XL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 675 ഓൺലി. സോ ഇത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ഈ ഒരു പ്രൈസിനായതുകൊണ്ടും ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വരുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടും നല്ലൊരു ഹെവി ട്രാഫിക് തന്നെയായിരിക്കും. സോ ആരും തന്നെ മിസ് ചെയ്യാതെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ബുക്കിംഗ്സ് കൺഫേം ചെയ്യുക. അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത്. ലാവൻഡർ എപ്പോഴും എപ്പോൾ കൊണ്ടുവന്നാലും ഫസ്റ്റ് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡ്. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കളറാണ്. സ്റ്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് സോൾഡ് ഔട്ട് ആവുന്നത് ലാവൻഡർ ആണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് ഇപ്പം ലാവൻഡർ എന്ന് പറയുന്നത്. ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. സെയിം ആ ഒരു വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പിങ്ക് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് നമ്മുടെ ആ വർക്ക് പോയിട്ടുള്ളത്. യോക്കിൽ സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ബോഡി വിത്ത് ലൈനിങ്. സ്ലീവിൽ പുള്ളപ്പ് ആൻഡ് ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 675 ഓൺലി. ഇത് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ സിൽക്കിലൊക്കെ കാണുന്ന ആ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെ കേട്ടോ. സ്ലബ് കോട്ടൺ സിൽക്കിലൊക്കെ നമ്മൾ കൊണ്ടുവരാറുള്ള ആ ഒരു മെറൂൺ ഷെയ്ഡ് തന്നെ. ഒക്കെയും നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു മെറൂണിന്. അത്ര ഡാർക്ക് അല്ല, എന്നാൽ അത്ര ഒരു റെഡിഷ് മെറൂൺ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതിലേക്കാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് നമ്മുടെ ഡാർക്ക് വൈൻ ഷെയ്ഡാണ്.
ബ്യൂട്ടിഫുൾ ആണ്, ഒന്നും പറയാനില്ല. അതിനകത്ത് ആ ഒരു പിങ്കിഷ് പീച്ച് ഫ്ലോറൽ വർക്ക് വരുമ്പോഴത്തേക്കും സ്റ്റണ്ണിങ് കളക്ഷനാണ്. ലാർജ് എക്സൽ, ഡബിൾ എക്സൽ, 3XL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്ലിറ്റഡ് കുർത്തിയാണ്, 46 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു പിങ്ക് ഓർ പീച്ച് ബോട്ടം ദുപ്പട്ട ഒക്കെ വെച്ച് പെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് വരുന്നത് 675 ഓൺലി. സോ ഇത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ, ഡു നോട്ട് മിസ് ഔട്ട്. ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് പാനൽ കട്ട് കുർത്തീസ് ആണ്. അജ്രക് കോട്ടണിൽ വന്നിട്ടുള്ളത് ചെറിയ പ്രിന്റ് ആണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം അജ്രക് കോട്ടൺ പാനൽ കട്ട് ചെയ്തപ്പോൾ കുറച്ച് വലിയ പ്രിന്റ് ആയിരുന്നു. അപ്പോഴത്തേക്കും ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു. കുഞ്ഞ് പ്രിന്റിൽ അജ്രക് കോട്ടണിൽ തന്നെ പാനൽ കട്ട് കളക്ഷൻ. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റിലാണ്. 4 കോമ്പിനേഷൻസിലാണ് നമ്മൾ അജ്രക്കിൽ കാണുന്ന അതേ കോമ്പിനേഷൻസ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ്. യോക്കിലേക്ക് ഒരു ബോക്സ് ഷേപ്പിലാണ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാച്ച് വെച്ചിട്ട്, സെയിം പ്രിന്റ് തന്നെ കളറ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പാച്ച് വെച്ചിട്ട് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. നെക്ക് നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് തന്നെയാണ്. ആ ഒരു യോക്കിന് ചുറ്റും മിറർ വർക്ക്, അതുപോലെ തന്നെ ഉള്ളിൽ കട്ട് ബീഡ്സിൻ്റെ വർക്കൊക്കെ പോയിട്ടുണ്ട്. 12 പാനൽ കട്ടാണ്. ഫ്രണ്ടിൽ 6, ബാക്കിൽ 6. ഇത് വേസ്റ്റിൽ നിന്ന് പാനൽസ് വന്നിട്ടുള്ളതാണ് കേട്ടോ. വേസ്റ്റിൽ നിന്നാണ് പാനൽസ് വരുന്നത്. വേസ്റ്റിൽ കട്ടിങ് പോയിട്ട് താഴത്തോട്ടാണ് പാനൽസ് വരുന്നത്. ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ്, സ്ലീവിൽ ലൈനിങ് ഇല്ല. സ്ലീവിൻ്റെ ഹെമ്മിലേക്ക് സെയിം യോക്കിലെ പാച്ച് തന്നെ ബോർഡർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. നല്ല ഫ്ലെയേർഡ് ആണ്. പാനൽ കട്ട് ആകുമ്പോൾ അറിയാലോ, അത്യാവശ്യം നല്ല ഷേപ്പിൽ കിടന്നോളും. കുറച്ച് വയറുള്ളവരാണെങ്കിലും മണ്ണുള്ളവരാണെങ്കിലും ഒക്കെ നല്ല ഒതുങ്ങി കിടന്നോളൂ കേട്ടോ. ബാക്കിൽ ഇതുപോലെയാണ് വരുന്നത്. സോ ഇത് വന്നിട്ട് നേവി ബ്ലൂ, ബോഡിയിലേക്കും യോക്കിലേക്കും മെറൂൺ ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 845. മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. അടുത്ത് വരുന്നത് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ട്. സോ നമ്മുടെ പാനൽ കട്ടിലെ അടുത്ത കളർ കോമ്പിനേഷൻ കാണുന്നതിന് മുന്നേ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമ്മൾ തന്നെ വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന നാടൻ കാച്ചി എണ്ണയാണ്. നാടൻ കാച്ചി എണ്ണ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ ഇപ്പം നേരമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് അങ്ങനെയൊക്കെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഒരു അമ്മ കാച്ചി തരുന്ന പോലെ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കാച്ചി തരുന്ന പോലെ നിങ്ങൾക്ക് വിശ്വസിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് ഉപയോഗിക്കാം കേട്ടോ. കാരണം നമ്മൾ വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് ഹെർബ്സ് ഒക്കെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ്. നാടൻ കറ്റാർവാഴ, ചെമ്പരത്തി, കഞ്ഞുണ്ണി, പനിക്കൂർക്ക, അരിവേപ്പ്, കറിവേപ്പ്, മൈലാഞ്ചി, തുളസി, ഇതൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് ഉള്ളി, നെല്ലിക്ക, കരിഞ്ജീരകം, പച്ചക്കർപ്പൂരം, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അതല്ലാതെ ഇത് കേടുകൂടാനായിട്ട് കുറേ പ്രിസർവേറ്റീവ്സ്, കെമിക്കൽസ് അതൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ തന്നെ ഇത് കുറേ നാൾ കേടുകൂടാതെ തന്നെ ഇരുന്നോളും. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 100 ml, 200 ml, 300 ml, 500 ml റേഞ്ചസ് അവൈലബിൾ ആണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 200 ml ബോട്ടിലാണ്. ഇത് ഒരാൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 മന്തിലേക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ വീക്കിലി ഒരു 3 times ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് വാം ചെയ്ത് സ്കാൽപ്പിലേക്ക് നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മന്തിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി ഹെയർ ഫോൾ, ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഒക്കെ നല്ലപോലെ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 1 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വിസിബിൾ ആയിട്ട് അറിയാവുന്നതാണ്. ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. വെറുതെ നമ്മൾ മേടിച്ച് വെച്ചാൽ പോരാ, കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. 90 days ആണ് നമ്മൾ കംപ്ലീറ്റ് റിസൾട്ടിന് വേണ്ടി പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഏറ്റവും ടോപ്പിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇനി വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി വാട്സപ്പിൽ ഓൾസോ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. 2 വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതിയാവും. അടുത്ത കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഇതാണ്. ബോഡിയിലേക്ക് ഡാർക്ക് മെറൂണും യോക്കിലെ പാച്ച് വരുന്നത് നേവി ബ്ലൂ ആണ്. ജസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ക്ലോസർ വ്യൂ നോക്കിക്കോളൂ. പ്രിന്റ് കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ്. യോക്കിൽ നമ്മൾ കുഞ്ഞിതായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാറ്റർ ആയിട്ട്. ആൻഡ് ബോർഡർ ആയിട്ട് ഇതുപോലെ യോക്കിൻ്റെ ബോർഡർ പോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഒറിജിനൽ മിറേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഫ്രണ്ടിൽ 6 പാനൽസ്, ബാക്കിൽ 6 പാനൽസ്. 47 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. വേസ്റ്റിൽ ബെൽറ്റ് ഉണ്ട് കേട്ടോ. പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ ഷേപ്പ് ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലെയർഡ് ആണ്. പ്രൈസ് വരുന്നത് 845. മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ. ചെറിയ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഒതുങ്ങി ഫീൽ ചെയ്യാനായിട്ട്, കുറച്ച് വണ്ണമുള്ളവർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലൊരു ഒതുക്കം തോന്നാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ്. ഇത് വന്നിട്ട് ബോഡിയിലേക്ക് ബ്ലാക്കും യോക്കിലേക്ക് റെഡ് കളർ അജറക്കിൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഏത് കളർ കോമ്പിനേഷൻ എടുക്കണമെന്ന് ശരിക്കും നല്ല കൺഫ്യൂഷൻ ആവട്ടെ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കോമ്പിനേഷൻസ് ആണ്. സ്ലീവിൻ്റെ ഹെമ്മിലേക്കും നമ്മൾ യോക്കിൽ കൊടുത്തിട്ടുള്ള പാച്ച് തന്നെ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അനാർക്കലി പോലെയോ
അല്ലെങ്കിൽ ഫ്രോക്ക് പോലെയോ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെയിം കളർ ഈ ഒരു റെഡ് കളർ ബോട്ടം വെച്ച് നമ്മൾ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അനാർക്കലി പോലെ നമുക്ക് വെയർ ചെയ്യാം. അതില്ലാതെയും ബോട്ടം ഇല്ലാതെയും ഒരു ഫ്രോക്ക് പോലെ ആണെങ്കിലും വെയർ ചെയ്യാൻ നല്ലതാണ്. പ്രൈസ് വരുന്നത് 845 ഓൺലി. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ തന്നെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ്. ഇതിനകത്ത് വന്നിട്ടുള്ള ലാസ്റ്റ് കോമ്പിനേഷൻ ഇതാ ഇങ്ങനെയാണ്. ജസ്റ്റ് റിവേഴ്സ് ആയിട്ട് ബോഡിയിലേക്ക് റെഡും യോക്കിലേക്ക് ബ്ലാക്ക് അജ്രക് പാച്ചാണ് പോയിരിക്കുന്നത്. പാനൽ കട്ട് കളക്ഷൻ ആണ്. പ്രൈസ് വരുന്നത് 845 ഓൺലി. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. അടിപൊളി കളക്ഷൻ ആണ്. മാക്സിമം എല്ലാവരും തന്നെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. വെബ്സൈറ്റ് ആകുമ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീസ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ആണെങ്കിലും വെബ്സൈറ്റ് ഏറ്റവും എളുപ്പമാണ്. എല്ലാ ഷെയ്ഡ്സും വെയർ ചെയ്ത് നിൽക്കുന്ന പിക്സ് ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നതാണ്. ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെബ്സൈറ്റിൽ ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. ചെറിയ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല എൻക്വയറി ആയിരിക്കും. സോ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പീസസ് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ സാരി കളക്ഷൻ ആണ്. ബ്ലാക്ക് സാരി കളക്ഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അല്ല, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ അങ്ങനെയൊക്കെ നമ്മൾ കളേഴ്സ് ഇടയിൽ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ഇത്തവണ ചെയ്തിട്ടുള്ളത്. ഇത് വരുന്നത് കോട്ടണിലാണ്. ലാസ്റ്റ് ടൈം നമ്മൾ ലിനൻ കോട്ടണിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ. സിമിലർ പാറ്റേൺ തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ സിൽവർ ബോർഡേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. ആൻഡ് ബ്യൂട്ടിഫുൾ പല്ലു തന്നെയാണ് ഇതിനും വന്നിട്ടുള്ളത്. നല്ല ക്ലാസി ലുക്കായിരിക്കും കേട്ടോ. നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ല സൂപ്പർബായിട്ടുള്ളൊരു പല്ലു ആണ്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഒരു പോൾക്ക ഡോട്ടഡ് ബ്ലൗസ് പീസാണ് ഈ ഒരു സാരിയുടെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതല്ലാതെയും നമുക്ക് വൈറ്റ് കളർ ബ്ലൗസ് പീസ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ഈ കളേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇത് പോവും. നമ്മുടെ ഐഡിയ പോലെ നമുക്ക് അജ്രക് ബ്ലൗസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സാരിയുടെ കൂടെ. ആൻഡ് പ്രൈസ് നല്ല ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ്. 1045 മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്ത് ഒരു 5 പ്രിൻ്റാണ് വന്നിരിക്കണേന്ന് തോന്നുന്നു. സോ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ബോഡിയിൽ ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ക്ലോസ് വ്യൂ നോക്കിക്കോളൂ. പ്രിൻറ്റിൻ്റെ ഇതുപോലെയാണ്. ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത്. നമുക്ക് അടുത്ത പ്രിൻറ്റ്സ് ഓരോന്നായിട്ട് കാണാം. വിത്ത് ടസൽസ് ഓൾസോ ഉണ്ട് കേട്ടോ. സാരിയുടെ പല്ലുവിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് ഇങ്ങനെ ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലാസിക് സാരിയാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വർക്ക് വെയർ കളക്ഷനാണ്. ഇതിൽ വന്നിട്ടുള്ള സെക്കൻഡ് പ്രിൻറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് വൈറ്റ് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി പോയിട്ടുള്ളത്. ക്ലോസ് വ്യൂ നോക്കിക്കേ ഇതുപോലെയാണ് കേട്ടോ. പ്രിൻ്റ് നല്ല ഭംഗിയാണ്. ആൻഡ് ബോർഡർ നല്ല രസമായിട്ടാണ് വന്നിട്ടുള്ളത്. പല്ലു ഇതുപോലെ ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു പല്ലു ആണ് വന്നിരിക്കുന്നത് വിത്ത് ടസൽസ്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പോൾക്ക ഡോട്ടഡ് ബ്ലൗസ് പീസാണ്. നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ കൂടെ അല്ലാതെ നമ്മുടെ ഐഡിയ പോലെ പെയർ ചെയ്യാവുന്നതാണ്. സോ സെക്കൻഡ് പ്രിൻറ്റ് വരുന്നത് ഇതാണ്. 1045 ആണ് പ്രൈസ് വരുന്നത്. സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ. അടുത്ത പ്രിൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ബോഡി വന്നിട്ടുള്ളത്. ആൻഡ് ജസ്റ്റ് ഒരു ക്ലാസിക് ബോർഡർ ആയിട്ടാണ്, ഒരു സിൽവർ ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പല്ലു നോക്കിക്കേ സെയിം നല്ലൊരു ബ്യൂട്ടിഫുൾ പല്ലു. ആൻഡ് അതിൻ്റെ കൂടെ സെയിം പോൾക്ക ഡോട്ടഡ് ആ ഒരു ബ്ലൗസ് പീസ് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1045 ഓൺലി. ഇതിൻ്റെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇപ്പം നമ്മൾ കണ്ട റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ്റെ കളർ ചേഞ്ച് ആണ്. ഇത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. ആ റെഡിന് പകരം ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ്. ഇപ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഈ കളക്ഷൻസൊക്കെ. അപ്പോൾ മാക്സിമം ഇത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇതുപോലെയാണ് പല്ലു വന്നിട്ടുള്ളത്. കണ്ടോ നല്ല അടിപൊളി പല്ലു. ആൻഡ് ബ്ലൗസ് പീസ് ഇതുപോലെ പോൾക്ക ഡോട്ടഡ് ബ്ലൗസ് പീസാണ്. പ്രൈസ് വരുന്നത് 1045 ഓൺലി. 1000 രൂപ ബഡ്ജറ്റിൽ നല്ലൊരു സാരിയാണ് അല്ലേ. കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പ്രിൻറ്റ് വന്നിട്ട് ഇതുപോലെയാണ് ലാസ്റ്റ് പ്രിൻറ്റ് വരുന്നത്. കണ്ടോ ക്ലോസ് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രിൻ്റാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. സാരീസ് നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല കേട്ടോ. 2 വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിലേക്ക് ഓർഡർ ചെയ്താൽ മതി. ഓക്കെ, സെയിം ആ ഒരു ക്ലാസിക് പല്ലു വിത്ത് ടസൽസ് ആൻഡ് നല്ലൊരു സൂപ്പർ സ്റ്റണ്ണിങ് ബ്ലൗസ് പീസ്. 1045 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. സോ നോട്ട് മിസ് ഔട്ട്. ഒരു കാര്യം
പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കുക. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് ഡീറ്റെയിൽ ആയിട്ട് ഐറ്റം ചെക്ക് ചെയ്യുന്ന ഒരു 1 minute വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇൻ കേസ് എന്തെങ്കിലും ഡാമേജസ്, ഡിഫക്ട്സ് അങ്ങനെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഐറ്റം കിട്ടുന്നതിന് മുന്നേ തന്നെ അതിനകത്തുണ്ട് എന്നുള്ളത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അൺബോക്സിങ് വീഡിയോ യൂസ്ഫുൾ ആവുന്നത്. സോ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ റിട്ടേൺ കാര്യങ്ങളൊക്കെ വരുമ്പം ഈ ഒരു അൺബോക്സിങ് വീഡിയോ മസ്റ്റായിട്ടും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അൺബോക്സിങ് വീഡിയോ ഇല്ലാതെ നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, സ്റ്റിൽ കുറേ പേര് അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കുക. എത്ര റെഗുലർ കസ്റ്റമർ ആണെങ്കിലും ഓരോ തവണ ഐറ്റം റിസീവ് ചെയ്യുന്ന സമയത്തും പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല. സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് എൻക്വയറി ചെയ്യാവുന്നതാണ്. സൈസിലുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഐറ്റം ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മീ അഖില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ ബൈ. താങ്ക് യു.